നമുക്ക് വോയിസിലൂടെ ഒരാളെ ഹീൽ ചെയ്യാം. ഓക്കെ, അതെങ്ങനെ എന്നെ ഒന്ന് ഹീൽ ചെയ്യും? കാല് ക്രോസ് ചെയ്ത് വെക്കരുത്, ഓപ്പൺ ആക്കി വെക്കുക. കൈയും ഓപ്പൺ ആക്കിയിട്ട് ഓപ്പൺ ചെയ്ത് വെക്കുക. ഓപ്പൺ ചെയ്ത് വെക്കുക കൈ. യെസ്, സെയിം വൺ. ബ്രീതിങ്, ബ്രീത്ത് ഔട്ട്. മനുഷ്യന്റെ നീഡാണ്. ഓക്കെ, അത് നന്നായി ചെയ്തു, സന്തോഷമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഇത് ബാധിക്കത്തില്ലല്ലോ. ബാധിക്കും. നമ്മൾ ചൂസ് ചെയ്യുന്ന എനർജി എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും വെക്കാൻ പാടുള്ളൂ. നമ്മുടെ ചക്രങ്ങളിലേക്ക് കോസ്മിക് എനർജി നല്ല രീതിയിൽ പ്രവഹിക്കുകയും നമ്മുടെ സെക്ഷൽ എനർജി ഹയർ ആവുകയും ചെയ്യും. ഒരു വ്യക്തിയുടെ ലൈഫിൻ്റെ ഉയർച്ചയും താഴ്ചയും അതിൻ്റെ പിന്നിലുള്ളൊരു രഹസ്യമാണ് സെക്ഷൽ എനർജി എന്ന് പറയുന്നത്. നമ്മുടെ സ്വാധിഷ്ഠാന ചക്രയിൽ അത്രയും പവിത്രമായി സൂക്ഷിക്കേണ്ട ഒരു എനർജിയാണ്. അവർ ഒരുമിച്ചൊരു ഫ്ലാറ്റ് എടുക്കുന്നു, അവർ ബെഡ് ഷെയർ ചെയ്യുന്നു, പിന്നീട് അവർ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് വരുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓക്കെ ആവുന്നില്ലെങ്കിൽ കളയുന്നു, അടുത്താളെ പിടിക്കുന്നു. ഇത് ഏതെങ്കിലും ഒരെണ്ണം സെറ്റ് ആകുമ്പോൾ അവരെ കല്യാണം കഴിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നത്? ഇന്നത്തെ തലമുറ, ഈ 2K കിഡ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്, ഇവരുടെ പ്രധാന പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് എന്താ? ദേഷ്യം. ഇപ്പൊ നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്ത പല ഷിപ്പുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നാനോ ഷിപ്പ്, സിറ്റുവേഷൻ ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ബെസ്റ്റിയൊക്കെ പോയി. ഇപ്പൊ ഒരാളെ കാണുക, കൈ കൊടുക്കുക, ഓക്കെ താല്പര്യമുണ്ടോ, ഓക്കെ, അതൊക്കെ അവർ സിമ്പിൾ ആയിട്ട് എടുക്കണം. അതായത് ഓക്കെ, നമ്മൾ കുട്ടികളുടെ ഹീലിങ്ങിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു മാക്സിമം പ്രായപരിധി ഒരു 15 വരെ, അങ്ങനെയും പറയാം. അതിനുശേഷം പിന്നെ കൗമാരക്കാർ, അതും കൗമാരമാണ് എന്നാൽ പോലും. ഓക്കെ, അപ്പം ഈ ടീനേജേഴ്സിനെ ഹീൽ ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ തലമുറ, ഈ 2K കിഡ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്, ഇവരുടെ പ്രധാന പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് എന്താ? ദേഷ്യം. അതെല്ലാ ടീനേജേഴ്സും നമ്മുടെ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്കന്ന് അച്ഛനെ പേടി, അമ്മാവനെ പേടി, ചേട്ടനെ പേടി എന്നാണ്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് പേടിയില്ല, പേടി കുറവാണ്. അല്ല, നമുക്ക് നന്ന ദേഷ്യം കാണിക്കാൻ വേറെ സ്ഥലങ്ങളുണ്ടായിരുന്നേ. മൈതാനത്ത് പോയി കൂട്ടുകാരോട് കാണിക്കാം, സ്കൂളിൽ പോയിട്ട് അടി ഉണ്ടാക്കായിരുന്നു. ഇന്ന് വേറെ സ്കൂളിൽ അടി ഉണ്ടാക്കാൻ പറ്റില്ല, സ്കൂളിൽ ഉച്ചത്തിൽ സംസാരിക്കാൻ പറ്റില്ല, എല്ലാത്തിനും ബൗണ്ടറി വെച്ചിട്ട് കണ്ടം കളിക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഇത് വഴക്കുണ്ടാക്കാൻ വീട്ടിലേ പറ്റൂ, വേറെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ കൂടുതൽ ദേഷ്യം കാണിക്കാൻ ഏറ്റവും കംഫർട്ടായിട്ടുള്ള അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും അവരുടെ സിബ്ലിങ്സിൻ്റെ അടുത്തും ആയിരിക്കും. ഏറ്റവും നല്ല വഴക്കാളികളായിട്ട് മാറും. അതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും പല അച്ഛനമ്മമാരുടെ ഇടയിലുള്ള പ്രശ്നം, ഈ പെൺകുട്ടികൾ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് അങ്ങ് ബൗണ്ടറി വെക്കും. ഒരിക്കലും ചെയ്യരുത്, കാരണം അതുവരെ അവർ കുട്ടിയാണ് കുട്ടിയാണ് കുട്ടിയാണ്. ഇതിങ്ങ് വന്ന മൊമെന്റ്, ഇനി നീ വലിയ പെണ്ണായി, ഇനി നീ കളിക്കാൻ പാടില്ല, ഇനി അവനോട് മിണ്ടരുത്, ഇനി ഇങ്ങനത്തെ ഡ്രസ്സ്, ഇങ്ങനെ പറയുമ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ, ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് മാറാൻ പറ്റുമോ? അത് പോസിബിൾ അല്ല. അപ്പൊ ഇവര് ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പൊ ഇവര് പറയും എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. ഒന്നാമത് ടീനേജിന്റെ ഏജ്, ആ ഒരു പ്രായം എന്ന് പറയുന്നത് റിവോൾട്ടിങ് ക്യാരക്ടറാണ്. ആ ഒരു ഇൻ ബിറ്റ്വീൻ ഒരു 3 to 4 years എന്ന് പറയുന്നത്. അപ്പൊ അത് കൂടെ നിൽക്കുന്ന പാരൻസ് മനസ്സിലാക്കിയാൽ മതി, അവരെ നമ്മൾ അംഗീകരിച്ചാൽ മതി. ഓപ്പണായിട്ട് സംസാരിക്കണം. ഒരു സുപ്രഭാതത്ത് പോയിട്ട് നീ എല്ലാം തുറന്നു പറയും എൻ്റെ മകനെ അല്ലേ മകളെ എന്ന് പറഞ്ഞാൽ ഇവർ പറയില്ല. അത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം? കുഞ്ഞുനാൾ തൊട്ടേ സ്റ്റാർട്ട് ചെയ്യണം. ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ ഉള്ള കൗമാരക്കാരുടെ ഹീലിംഗ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പിനൊന്നും വലിയ വാല്യൂ ഇല്ല എന്നൊക്കെ ഇങ്ങനെ നമ്മളെ പോലുള്ള 90s 80s ജനിച്ചവരൊക്കെ ഇരുന്ന് പറയും. എന്നാലും ഈ കുട്ടികൾ ഓക്കെ, അവർക്ക് ഇപ്പം നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്ത പല ഷിപ്പുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നാനോ ഷിപ്പ്, സിറ്റുവേഷൻ ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ബെസ്റ്റിയൊക്കെ പോയി. ഇപ്പൊ ഒരാളെ കാണുക, കൈ കൊടുക്കുക, ഓക്കെ താല്പര്യമുണ്ടോ, ഓക്കെ, അതൊക്കെ അവർ സിമ്പിൾ ആയിട്ട് എടുക്കണം. അതായത് ശാരീരിക ബന്ധം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, അതൊക്കെ ഒരു പണ്ട് ഇതിനൊക്കെ ഒരു വാല്യൂ കൊടുത്തിരുന്നു. എന്നെ നശിപ്പിക്കല്ലേ കൊച്ചുമുതലാളി എന്നൊക്കെ കേട്ടെടുത്തത് പിന്നെ വേറൊരു തലത്തിലേക്കൊക്കെ പോയി. ഇപ്പൊ അതിനകത്തൊന്നും ഒരു കാര്യമൊന്നുമില്ല. രണ്ടുപേരും ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ടൗണിൽ കണ്ടുമുട്ടുന്നു, ഇഷ്ടത്തിലാവുന്നു, അവർ ഒരുമിച്ചൊരു ഫ്ലാറ്റ് എടുക്കുന്നു, അവർ ബെഡ് ഷെയർ ചെയ്യുന്നു, പിന്നീട് അവർ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് വരുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ഓക്കെ ആവുന്നില്ലെങ്കിൽ കളയുന്നു, അടുത്താളെ പിടിക്കുന്നു. ഇത് ഏതെങ്കിലും ഒരെണ്ണം സെറ്റ് ആകുമ്പോൾ അവരെ കല്യാണം കഴിക്കുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നത്? മാറ്റം എന്ന് പറയുന്നത് ഒന്ന്, അത് സോൾ കോൺട്രാക്റ്റ് ആണ്. ഇത്ര ഈവൺ അരമണിക്കൂറിൽ കണ്ടുമുട്ടി പോകുന്ന പോലും സോൾ കോൺട്രാക്റ്റ് ആണ്. നമ്മൾ ഇരിക്കുന്നത് പോലും ഒരു സോൾ കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, പക്ഷെ അത് അങ്ങനെ വന്ന് പോകണമെന്നുണ്ട്. പക്ഷെ നമുക്കതിനെ അറിയുന്നുണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി അറിയുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോയില്ല. കാരണം എന്താ വെച്ചാൽ, ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പ് പ്രത്യേകിച്ച് നമ്മുടെ സെക്ഷുവൽ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഒരു വ്യക്തിയുടെ ലൈഫിൻ്റെ ഉയർച്ചയും താഴ്ചയും അതിൻ്റെ പിന്നിലുള്ളൊരു രഹസ്യമാണ്
സെക്ഷൽ എനർജി എന്ന് പറയുന്നത്. കാരണം സെക്ഷൽ എനർജി എന്ന് പറഞ്ഞാൽ അത്രയും ഡിവൈൻ ആയിട്ടുള്ളൊരു എനർജിയാണ്. നമുക്കത് അറിയില്ല, പലർക്കും അറിയില്ല. നമ്മുടെ സ്വാധിഷ്ഠാന ചക്രയിൽ അത്രയും പവിത്രമായി സൂക്ഷിക്കേണ്ട ഒരു എനർജിയാണ്. നമ്മൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളുടെ എനർജി ഡൗൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എനർജി ഡ്രെയിൻ ആവും, കൂടുതലായി പോവും, ഡ്രെയിനായി, അതായത് മോശമായ രീതിയിൽ വേഴ്സ്റ്റ് കണ്ടീഷനിലോട്ട് പോകും. പിന്നെ നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നതിനെന്നും ദൈവികത ഉണ്ടാവില്ല, ധാർമ്മികത ഉണ്ടാവില്ല, അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവില്ല. മനസ്സിലായോ? അതെന്താ സംഭവിക്കണേ? ഓപ്പോസിറ്റ് സൈഡിൽ ലോ എനർജിയിലുള്ള ആളാണ്. ലോ എനർജി എന്ന് പറയുന്നത് അയാളുടെ ശാരീരിക ക്ഷമതയല്ല ഞാൻ പറയുന്നത്, അയാളുടെ സമ്പത്തോ സൗന്ദര്യമോ അല്ല ഞാൻ പറയുന്നത്. അവരുടെ ഉള്ളിലുള്ളൊരു ദൈവികതയുണ്ട്, എല്ലാവരിലും ഈശ്വര സാന്നിധ്യമുണ്ട്. അപ്പം അത് നമ്മൾ എന്തായി പോവും? ഡൗൺ ആയി പോവും. ഇത് ഡൗൺ ആയി പോയാൽ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഉയർച്ച താഴ്ചകൾ താഴ്ന്ന് 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 പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരാളെ സ്വീകരിക്കുന്ന സമയത്ത് എനിക്ക് കല്യാണ ആവശ്യമായിട്ട് ഒരുപാട് ഹീലിംഗ് എൻ്റെ അടുത്ത് വരും. അപ്പം ഞാൻ പറയും, അവരേറ്റവും ഹാപ്പിയാണോ നിങ്ങൾ നോക്കുക. ഒരു വ്യക്തി ഹാപ്പി ആണെങ്കിൽ അയാളുടെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കും. എപ്പോഴും പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും ഒന്നിലും സാറ്റിസ്ഫൈഡ് ആവാണ്ടിരിക്കുന്ന ഒരാളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി വളരെ ലോ ആയിരിക്കും. ഒരിക്കലും അങ്ങനൊരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ പോകരുത്. അങ്ങനെ നമ്മൾ അറിയാണ്ടെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പും കൂടെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി. മനസ്സിലായോ? കാരണം നമ്മൾ ഹാപ്പി ആകുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് റേസ് ആവും, നമ്മുടെ സോളിൻ്റെ വൈബ് ഹയർ ആവും, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാവും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചക്രങ്ങളിലേക്ക് കോസ്മിക് എനർജി നല്ല രീതിയിൽ പ്രവഹിക്കുകയും നമ്മുടെ സെക്ഷൽ എനർജി ഹയർ ആവുകയും ചെയ്യും. സെക്ഷൽ എനർജി ഞാൻ ഉദ്ദേശിക്കുന്ന കാമം അല്ല കേട്ടോ, നമ്മുടെ ഉള്ളിലുള്ള ദൈവികതയാണ്. യെസ്, അത് ഹയർ ആണെങ്കിൽ നമ്മൾ സൃഷ്ടിക്കുന്നതെല്ലാം സൂപ്പറായിരിക്കും, റിസൾട്ടും സൂപ്പറായിരിക്കും. അപ്പോൾ ചൂസ് ചെയ്യുന്ന വ്യക്തി എങ്ങനെയിരിക്കും? ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് പോയി, അടുത്തത് വന്നു, അടുത്തത് പോയി, വീണ്ടും വന്നു. ഇതിനൊരു റീസൺ കൂടിയുണ്ട്. സോൾ കോൺട്രാക്ട് എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പാറ്റേൺ, നമ്മുടെ ബ്രെയിനിൻ്റെ പാറ്റേൺ അങ്ങനെയായി. അതായത് ഒരാൾ വന്ന് പോയി, അപ്പോൾ അടുത്തത് ബ്രെയിന് സൃഷ്ടിക്കുന്ന ഇതാണ് നമ്മുടെ ബ്രെയിനിന് അറിയുന്നത്. നമ്മുടെ ബ്രെയിന് നമ്മൾ എന്താണ് ചെയ്യുന്നത് അതേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബ്രെയിന് ചെയ്യാൻ അറിയുള്ളൂ. നമ്മുടെ ബ്രെയിൻ ഒരിക്കലും ഇത് നല്ലതാണോ ചീത്തതാണോ എന്ന് കണ്ടുപിടിക്കാൻ അറിയില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, അത്രവൈസ് നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഇതാണ് പാറ്റേൺ എന്ന് വിചാരിച്ച് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് തന്നെ റിപ്പീറ്റ് അടിക്കും. അപ്പം നമ്മൾ എന്താവും, ഇത് സെറ്റ് ആവില്ല, കളഞ്ഞേക്കാം, അടുത്ത അവിടെ ഒരു ബാക്കപ്പ് ഉണ്ടാവും. ഇത് ഓക്കെ ആയില്ലെങ്കിൽ അടുത്ത് പിടിക്കാനുള്ള ഒരു ബാക്കപ്പ് ഉണ്ട്. ഈവൻ ഒരാളിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മറ്റേ അടിയിൽ വെക്കണ ആൾക്കാരുണ്ട്. ഇതെങ്ങനെ തെറിച്ചു പോയാൽ ഉണ്ട്. കാരണം ഇത് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ബാക്കപ്പും വേറൊരാളുണ്ട്, പക്ഷേ പിന്നെ അതില്ലെങ്കിൽ മൂന്നാമതൊരാള് ഇതിങ്ങനെ ഒരു ചെയിൻ ആയിട്ട് വരുന്നവരുണ്ട്. അപ്പൊ അത് നമ്മൾ സൃഷ്ടിക്കുന്നതാ. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ കർമ്മങ്ങളായിട്ട് വരുന്നത്. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ ചിന്തിക്കും. അല്ല, ചില ആളുകൾ അതിനെ എടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഒരു മനുഷ്യന്റെ നീഡാണ്. ഓക്കെ, അത് നന്നായി ചെയ്തു, സന്തോഷമാണ്, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഇത് ബാധിക്കത്തില്ലല്ലോ. ബാധിക്കും, അതാണ് ഞാൻ പറഞ്ഞത്. ചിലർ പറയാറുണ്ട് ഇതിൽ വിശ്വസിച്ചാൽ മാത്രമേ ഇത് ബാധിക്കൂ, ഇതിനൊന്നും വിശ്വാസമില്ലെങ്കിൽ ബാധിക്കില്ല. എല്ലാവർക്കും ചക്രാസും എല്ലാവരുടെയും ഉള്ളിൽ എനർജി ഇല്ലേ, പക്ഷെ അത് അവർക്ക് അറിയില്ല. ഈ പറഞ്ഞ എനിക്കും ഇതിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് അറിയില്ല. അപ്പോൾ അറിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചൂസ് ചെയ്യുന്ന എനർജി എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും വെക്കാൻ പാടുള്ളൂ. ഓക്കെ, മനസ്സിലായോ? പക്ഷേ ഈ റേക്കി ഹീലിംഗ് ചെയ്യുന്ന കുറച്ച് പേരെയൊക്കെ നമ്മൾ പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ട്, ഇവർക്കൊക്കെ എന്നും പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഉണ്ടാവും, പക്ഷേ നമുക്ക് നമ്മുടെ ഒരുപാട് പേര് ആരുമല്ല പറയുന്നത്. ചിലവരുണ്ട് എപ്പോ വിളിച്ചാലും എന്തുണ്ട്, എവിടെ, ഹോസ്പിറ്റലില്ല, എന്താ അസുഖമാണ്, ഈശ്വരാധീനം കൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ചിലവർ എന്താ സങ്കടപ്പെട്ടിരിക്കുന്നത്, ഒന്നുമില്ല, ഫാമിലി പ്രശ്നമാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുക? അവർ ഹീലാവാനുണ്ട്. റേക്കി പഠിച്ചിട്ടും ഇത് പഠിപ്പിച്ചിട്ടും ഹീൽ ചെയ്തിട്ടും അവിടെയാണ് ഒരു പ്രധാന ചോദ്യം ഒളിഞ്ഞിരിക്കുന്നത്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, റേക്കിയിലെത്തിയ രക്ഷപ്പെടുമോ? ഞാൻ ഒറ്റ വാക്ക് പറയും, രക്ഷപ്പെടും. റേക്കി സെൽഫ് ഹീലിംഗ്, അതായത് റേക്കി സാധന നിങ്ങൾ ചെയ്യണം. നമുക്ക് 29 പോയിന്റ്സിൽ എനർജി കൊടുത്ത് ഹീൽ ചെയ്യേണ്ടതുണ്ട്.
ഈ 29 പോയിന്റ്സിനും പ്രാധാന്യമുണ്ട്. അത് പല ഗുരുക്കന്മാരും പറഞ്ഞു കൊടുക്കുന്നില്ല. ചുമ്മാ അവിടെ കൈവച്ച് ഹീൽ ചെയ്തോ, നിന്റെ കാര്യം ഓക്കെയാന്ന് അറിയും. ഞാൻ രോഹിത്തിനോട് പറയാണ്, രോഹിത്തിൻ്റെ കാൽമുട്ടിനെ ഹീൽ ചെയ്യൂ. രോഹിത്തിന് എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയോ? അറിയില്ല. സാധാരണയുള്ള ഒരാൾക്ക് അറിയില്ല. പക്ഷെ എന്തിനാണ് നമ്മൾ അവിടെ ഹീൽ ചെയ്യുന്നതെന്ന് ഒരു ഗുരു പറഞ്ഞു കൊടുക്കണം. ഓരോ പോയിന്റ്സിൻ്റെ പിന്നിലും ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട്. ഇതെല്ലാം എനർജി സെൻറ്റേഴ്സ് ആണ്. നമ്മൾ കൈവയ്ക്കുന്ന ഓരോ പോയിന്റ്സും എനർജി സെൻറ്റേഴ്സ് ആണ്. കൈ ടച്ച് ചെയ്തിട്ടല്ലോ ഹീൽ ചെയ്യുന്നത്. ടച്ച് ചെയ്യാം, നമുക്ക് നമ്മളെ ടച്ച് ചെയ്യാം. ഞാൻ സെൽഫ് ഹീലിങ്ങിന്റെ കാര്യമാണ് പറയുന്നത്. അത് ടച്ച് ചെയ്തിട്ടും അല്ലാണ്ടും ചെയ്യാട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് ആ പോയിന്റ്സിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ അവരെ പഠിപ്പിക്കുമ്പോൾ ഒരു 3-4 ദിവസത്തെ ക്ലാസ് ഈ സെൽഫ് ഹീലിംഗ് പോയിന്റ്സ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് അവരുടെ ലൈഫ് മാറുന്നത്. എനിക്ക് തോന്നി ഫസ്റ്റ് അബാക്കിൽ റേക്കിയുടെ ഇന്റർവ്യൂ എടുത്ത വിനോദ് സാറിൻ്റെ ഇന്റർവ്യൂ ആണ്. ശില്പയായിരുന്നു അന്ന് എടുത്തത്. അന്ന് ഈ ഇന്റർവ്യൂ കണ്ടിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇത് ഹീൽ ചെയ്യുന്ന ഒരു സാധനം കൂടെ എടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇത് ഫസ്റ്റ് ഇപ്പോഴല്ല കേട്ടോ, ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടു കൊടുക്കുന്ന സമയത്തുള്ള കാര്യമാണ്. അപ്പം ഞാൻ വെച്ച് പണ്ട് നമ്മൾ ഈ പുരാണ സീരിയലുകളൊക്കെ കാണും, സിനിമയൊക്കെ കാണുമ്പോൾ ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹിക്കുമല്ലോ. വിനോദ് സാർ ഇവിടെ കൈവച്ചിട്ട് ഹീൽ ചെയ്യാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ എന്തോ ഒരു സാധനം അവിടെ വന്നടിച്ച് അവർക്ക് ഈ പ്രശ്നം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ആണോ ഈ എനർജി പാസ് ചെയ്യുന്നത്? എനർജി പാസ് എങ്ങനെ കൈവയ്ക്കാൻ? ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ചോദ്യമാണ്. മനസ്സിലായില്ല. ഹീൽ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് കൈവച്ചിട്ട് ഹീൽ ചെയ്യും. എന്തോ പുള്ളി പറയുന്നുണ്ട്, എന്തൊക്കെയോ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. അഫർമേഷൻസ്, അതായത് പോസിറ്റീവ് അഫർമേഷൻ പറയുമ്പോൾ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആവും. അപ്പം നമുക്ക് പണ്ടത്തെ സീരിയലിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഭഗവാനൊക്കെ വരം കൊടുക്കുന്നത് എങ്ങനെയാ? തഥാസ്തു. ഇതാണോ അത് എന്നുള്ളൊരു സംശയമാണ്. വിനോദ് സാറിനെ പിന്നെ അടുത്ത് കണ്ടിട്ടില്ല, ചോദിക്കണം. കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ട്. നമ്മൾ കൈവയ്ക്കുന്ന സമയത്ത് എനർജി പോവും. ഈവൻ കൈവച്ചില്ലെങ്കിലും പോവും. നമുക്ക് വോയിസിലൂടെ ഒരാളെ ഹീൽ ചെയ്യാം. ഓക്കെ, അതെങ്ങനെ എന്നെ ഒന്ന് ഹീൽ ചെയ്യും? കണ്ണടച്ചിരുന്ന ഞാൻ ഹീൽ ചെയ്യാൻ പറ്റും. വാട്സും ഫോണും ഒക്കെ മാറ്റി. പണ്ടൊരാൾ എന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഹീൽ ചെയ്ത് എൻ്റെ തലവേദനയായിരുന്നു. 21 ദിവസം കൊണ്ട് റെഡിയാക്കി എടുത്തു. മോതിരമൊക്കെ വെച്ചാൽ ഒന്നും കുഴപ്പമില്ല. കാല് ക്രോസ് ചെയ്ത് വെക്കരുത്. ഓപ്പൺ ആക്കി വയ്ക്കുക. കൈയും ഓപ്പൺ ആക്കിയിട്ട് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. കൈ യെസ് റിസീവ് മോഡ്.